എന്നെ വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി പേര് സുജിത്ത്. സ്ഥലം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയാണ്. ഈ ഒരു സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ആശയം അല്ലെ, ഈ ഒരു പുതിയ ആശയത്തെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് എന്ത് കാര്യം കേൾക്കുമ്പോഴും നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ശരിയല്ലേ? ഫസ്റ്റ് ടൈം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഉൾക്കൊണ്ടിരുന്നുണ്ട് അല്ലെ. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഡ്രോബാക്കുകളെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ അല്ലെ. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കമ്പ്യൂട്ടർ വളരെയധികം സ്വാധീനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പലരും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏത് കാര്യങ്ങളും ടെക്നോളജി ഓരോ ദിവസം ചെല്ലുന്തോറും അപ്ഗ്രേഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയുടെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് സത്യത്തിൽ ഓടിയെത്താൻ പറ്റാത്ത അത്ര സ്പീഡിലാണ്. ഇപ്പൊ ചെറിയ കുട്ടികൾ, നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കളോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഫോൺ യൂസ് ചെയ്യുന്ന സ്പീഡിലാണോ നമ്മൾ ഇപ്പോഴത്തെ ഫോൺ യൂസ് ചെയ്യാൻ? ആണോ? അവർ ഒറ്റയ്ക്ക് എടുത്തില്ലേ, രണ്ടുപേരിൽ ഇങ്ങനെ പോണ കാണാം, കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡ് എക്സ്പെർട്ട്. കാരണം അവര് ജനിച്ചു വീണതേ ഈ ഫോണിന്റെ ലോകത്തിലാണ്. നമ്മളാണെങ്കിലോ നമ്മൾ വളർന്നു വന്ന് കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ആദ്യം ഒരു ലാൻഡ് ഫോൺ വന്നു അല്ലേ. ഇന്നത്തെ പിള്ളേരെ കൊണ്ടുപോയിട്ട് ലാൻഡ് ഫോൺ കാണിച്ചു നോക്കി, അവർ ഭയങ്കര അതിശയായിരുന്നു. ഇങ്ങനെ കേബിളുള്ള ഫോൺ ഉണ്ടോ അല്ലേ? പക്ഷെ നമ്മളിത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ദിവസം ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, ഈ എല്ലാം നമുക്ക് എന്താ പറയാ, വെറുതെ നമ്മളുടെ ഫ്രണ്ടിൽ എഴുതി കാണിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്ക്രീനൊന്നും വേണ്ട. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ചെന്ന സമയത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം വണ്ടി എടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അതിന്റെ മീറ്റർ റീഡിങ്ങും എല്ലാം കാണിക്കുന്നത് പുറത്താണ്, ഗ്ലാസിന് പുറത്ത്. സാധാരണ നമ്മൾ എവിടെ കണ്ടേക്കണേ, ഡാഷ്ബോർഡിലാണ് കണ്ടേക്കണത്, ഇത് നേരെ പുറത്താണ്. അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജികൾ ഉള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് സ്മാർട്ട് ടീ ഷോപ്പ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി. ഇന്നിപ്പോ ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ഏകദേശം സ്മാർട്ട് ടീ ഷോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9 ജില്ലകളിൽ നമ്മൾ ഇതിന്റെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അവയർനെസ് പ്രോഗ്രാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഏകദേശം 2 ജില്ലകളിൽ ഓപ്പൺ ആയി കഴിഞ്ഞു. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് പറയും? ആമസോൺ അല്ലെ, ആമസോൺ നോക്കി. പിന്നെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ? സൊമാറ്റോ, സ്വിഗ്ഗി, യൂബർ അല്ലെ, ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള ആപ്ലിക്കേഷനുകളാണ്. ഈ ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ജനങ്ങൾക്ക് ഗുണമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. റൈറ്റോ? ശരിയല്ലേ പറഞ്ഞത്? ജനങ്ങൾക്ക് ഗുണകരം. ഇപ്പൊ ഒരു സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ഗുണപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് വേർ ഈസ് മൈ ട്രെയിൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലേ? എന്തൊക്കെ ഗുണമാണ് അല്ലേ? വേർ ഈസ് മൈ ട്രെയിനിന്റെ ആപ്ലിക്കേഷൻ എനിക്ക് നടത്തുന്നില്ല കേട്ടോ, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ. പക്ഷെ ഒരു ഗുണം അങ്ങോട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ വരുന്നു അല്ലെ, ട്രെയിൻ ഏതൊക്കെ സമയത്തുണ്ട്, ഏതൊക്കെ ലേറ്റ് ആയിട്ട് ഓടുന്നു അല്ലെ, ഇതൊക്കെ പറ്റാതെ നമുക്ക് അറിയാൻ പറ്റുമോ? അപ്പൊ ഈ ഒരു ആ ഒരു ആപ്ലിക്കേഷൻ സക്സസ് ആവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഏറ്റവും വലിയ ഗുണകരമായി മാറിക്കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് യൂബർ ആയാലും ആമസോൺ ആയാലും. ആദ്യകാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ് ബുക്ക് ചെയ്താൽ ഇഷ്ടിക വരുമെന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ടോ? കൈകൊടുക്കുക. ശരിയല്ലേ? പെട്ടെന്ന് നമ്മൾ കേട്ടേക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നത് ആമസോണിൽ ബുക്ക് ചെയ്ത ഇഷ്ടിക വരുമെന്ന് പറഞ്ഞാൽ ആ ഇഷ്ടികയ്ക്കാണ് നമ്മൾ തലകിടരുത്, അടിക്കുമല്ലോ. കാലഘട്ടം മാറിയത്, കാലഘട്ടം മാറി. ടെക്നോളജി ആൾക്കാർ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ നമ്മൾ പറയുകയാണ് ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ റാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഉൽപ്പന്നത്തിന്റെ ഗുണവും മണവും രുചിയും അറിയാമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും. പക്ഷേ അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ പറയണം. ശരിയല്ലേ? അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കടന്ന്, അത് ടെക്നോളജിയുടെ അപ്ഗ്രേഡേഷൻ ആണ്. ടെക്നോളജി ഓരോ ദിവസം ചെല്ലുന്തോറും അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ, നമുക്ക് അതൊന്നുമല്ല സബ്ജക്ട്. നമ്മൾ സാധാരണക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ പറയുന്ന ടെക്നോളജിയുടെ
അപ്ഗ്രഡേഷൻ എങ്ങനെ യൂസ്ഫുൾ ആക്കി മാറ്റാം. ഇതല്ലേ നമുക്കറിയുന്നത്, ശരിയല്ലേ? ടെക്നോളജി കണ്ടമാനം വളർന്നു എന്ന് പറഞ്ഞാൽ നമുക്കുള്ള കാര്യമുണ്ടോ? നമുക്കതെങ്ങനെ ഗുണകരമാക്കാം എന്നുള്ളതാണ് മെയിൻ കാര്യം. അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊന്നും കൈകൊടുക്കുക. സോഫ്റ്റ്വെയർ അവിടെ ഒരാൾ നമ്മുടെ രാഷ്ട്രത്തിൽ, വേറെ അല്ലാതെ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ അവരൊക്കെ പുതിയ ബേർഡാട്ടോ. ഒരു സോഫ്റ്റ്വെയർ അല്ല, വേറെ പലതും ഉണ്ടാക്കും. അതെ, ജനറേഷൻ വേറെയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച്. നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫേമിൽ പോയി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം നമ്മൾ പറയുമ്പോൾ പരമാവധി നമ്മളെ പൈസ മേടിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ പരിപാടികളും അവൻ ഇങ്ങോട്ട് പറയും. പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് കൊടുക്കും. ശരിയല്ലേ? ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പേരിൽ അല്ലെങ്കിൽ ഗൂഗിൾ പ്രൊമോഷന്റെ പേരിൽ എന്തെല്ലാം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ? ചുമ്മാ കടയിൽ ചെന്ന് പറയും നിങ്ങളുടെ പേര് അടിക്കുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്ന രീതിയിൽ വരുത്താം, അതിന് നിങ്ങൾ മാസം ഇത്ര രൂപ ഫീസ് അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര ഫീസ്. ചെയ്തിട്ടില്ലേ? അഷ്കർജി ചെയ്തിട്ടില്ലേ? പല ആൾക്കാരും ഇന്നിപ്പോ അത് ചെന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ ചെന്ന് നോക്കിയേ, അവൻ പറയാം നിന്റെ ആവശ്യമില്ല, ഇതൊക്കെ അത് ചെയ്യാൻ പറയും. ആണോ ഇല്ലയോ? അതാണ് ഞാൻ പറഞ്ഞത്, ടെക്നോളജി ആൾക്കാരിലേക്ക് പതുക്കെ കടന്നു പോകുന്ന ഒരു സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ആമസോൺ പോലെ ഒരു ആപ്ലിക്കേഷൻ തുടക്ക സമയത്ത് നിങ്ങളെ ഇതുപോലെ വിളിച്ചിങ്ങനെ ഇരുത്തിയിരിക്കുക. ആമസോണിന്റെ തുടക്കകാലം ഞാൻ പറയുന്നത് ഇങ്ങനെ ഇരുത്തിയിട്ട് പറയുകയാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തുടങ്ങാൻ പോവാണ്, ഈ ആപ്ലിക്കേഷന്റെ ലാഭത്തിന്റെ 70% നിങ്ങൾക്ക് തരാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു അങ്ങനെയാണ് വന്ന ആമസോൺ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി സംഭവം സെറ്റായി, ഞാൻ ഇന്ന് ആമസോണിന്റെ കോടികളുടെ ടേൺ ഓവർ എടുക്കുന്ന ഒരാളായി മാറിയത്. ഒന്നും സംഭവിക്കാൻ പോകില്ല. നിങ്ങൾ അന്നത്തെ സമയത്ത് പറയും ഇതൊന്നും നടക്കാൻ പോകില്ല, ഞാനില്ല എന്ന് പറയും. ശരിയോ തെറ്റോ? പക്ഷെ ഇന്ന് ആമസോൺ പ്രൂവ് ചെയ്തു. എങ്ങനെ പ്രൂവ് ചെയ്തു? കോടികളുടെ ടേൺ ഓവർ അല്ലേ, കോടാനുകോടിയുടെ ടേൺ ഓവറിലേക്ക് അവർ എത്തിയപ്പോഴാണ് നമുക്ക് വിശ്വാസമായി തുടങ്ങി അല്ലേ? ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കുക, സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന്റെ തുടക്കമാണ്. ഈ ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായ ഒരു 3 പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ചെറുകിട കച്ചവടം നടത്തുന്ന നമ്മളുടെ സഹോദരങ്ങളാണ് അല്ലെ. ഇവിടെ കട നടത്തുന്ന പലരും ഒന്നുകിൽ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെ, ചേട്ടൻ്റെ അനിയമക്കളോ ആരെങ്കിലും ഒക്കെ ആയിരിക്കൂലേ നമ്മുടെ പ്രദേശത്ത് ഷോപ്പ് നടത്തുന്നത്. അല്ലാണ്ട് ഇപ്പൊ വേറെ ചൈനയിൽ നിന്ന് ആളെ കൊണ്ടൊന്നും ഇവിടെ പലരും നടത്തൂല്ലോ. നടത്തുമോ? ഇല്ല. നമ്മൾ തന്നെ ഏതെങ്കിലും ബന്ധത്തിലുള്ള ആൾക്കാരായിരിക്കും അവിടെ ഷോപ്പ് നടത്തുന്നവര്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്നോട് പറയണം, ഇന്ന് ഷോപ്പ് തുടങ്ങുന്നതിന്റെ ഇരട്ടി സ്പീഡിൽ ഷോപ്പുകൾ നിർത്തി പോകുന്ന ഒരു സാഹചര്യമല്ലേ? ശരിയല്ലേ? എന്തുകൊണ്ട് അവർ നിർത്തി പോണേ? കണ്ടപോലെ ലാഭം കിട്ടിയിട്ട് ആരെങ്കിലും നിർത്തിപ്പോകും? ഒരിക്കലും നിർത്തില്ല. നിർത്തിപ്പോകേണ്ട മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് അവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ്. ഇല്ല, നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അതിനുള്ള ഒരു വരുമാനം അവിടെ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് ഷോപ്പുകളുടെ പേര് മാറും. ഇന്നലെ വരെ സൂപ്പർ മാർക്കറ്റ് ആയിരുന്ന കട പിന്നീട് നോക്കുമ്പോൾ ഹോട്ടലിന്റെ ബോർഡ് വരും. ഹോട്ടലിന്റെ ബോർഡ് മറ്റേ വെജിറ്റബിൾ ഷോപ്പിന്റെ ബോർഡായി മാറും. അതിപ്പോ ചിക്കൻ സെന്ററിന്റെ ബോർഡായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പോണത്. ഇവിടെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് വ്യാപാരികൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വ്യാപാരി വ്യവസായിയുടെ സമിതിയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച വരുന്ന ഒരു കാര്യമാണ്. അതായത് ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടം മുഴുവൻ ആരെ കൊണ്ടുപോകുന്നത്? ഓൺലൈൻ ഷോപ്പുകാരെ കൊണ്ടുപോകുന്നത്. ശരിയല്ലേ? ആമസോണിൽ കച്ചവടം നടന്നാൽ എങ്ങോട്ടാ കച്ചവടം? കാശ് പോകണം എങ്ങോട്ടാ? അമേരിക്കയിലേക്കാണ് പോകുന്നത്. നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ പണിയെടുക്കുന്ന കാശ് എങ്ങോട്ടാ പോണേ? അമേരിക്കയ്ക്കാ പോണത്. അവിടെ ഈ സ്മാർട്ട് ഇ ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതാത് പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാരെ കോർത്തിണക്കിക്കൊണ്ട് തുടങ്ങിയിരിക്കുന്ന ആദ്യത്തെ ആപ്ലിക്കേഷനാണ് സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ. ഈ കയ്യിൽ പോരാട്ട സ്മാർട്ട് ഇ ഷോപ്പിന്റെ പവർ കാരണം നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറുകയാണ്, നമ്മുടെ ജനങ്ങളിലെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറുകയാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ
നടത്തുന്ന ഷോപ്പുകളുടെ കച്ചവടം അവിടെ തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ? മേടിക്കുന്നതായിട്ടുള്ള കുറെ ആൾക്കാരുടെ പ്രശ്നം അല്ലെ. കസ്റ്റമർ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് എന്താ പ്രശ്നം? കസ്റ്റമർ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് എന്ത് വാങ്ങിയാലും പൈസ ചെലവാകും. ശരിയല്ലേ? എന്ത് വാങ്ങിയാലും പൈസ ചെലവാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ചെലവുകളെ നിങ്ങൾക്ക് ഒരു വരുമാനമാക്കാൻ പറ്റിയാലോ? നമ്മുടെ പ്രശ്നം ഇല്ലേ? രണ്ട് പ്രശ്നവും നമുക്കുള്ള രണ്ട് പ്രശ്നങ്ങൾ തീരുമാനം. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മൂന്നാമതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, 95% വ്യക്തികളും എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരാണ്. പക്ഷെ ലോകത്തിൽ വിജയിച്ച, രക്ഷപ്പെട്ട, ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരു 5% കാറ്റഗറി മാത്രമേ ഉള്ളൂ. ആ കാറ്റഗറി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മറിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് നമ്മൾ പണിയെടുക്കാത്തതുകൊണ്ടാണോ രക്ഷപ്പെടാത്തത്? നമ്മൾ ജനിച്ചതല്ലേ, ജനിച്ച് ഒരു പ്രായപൂർത്തിയായതിനു ശേഷം തൊട്ട് പണിയെടുക്കാൻ തുടങ്ങിയ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. ബാലവേല ചെയ്യുന്നവരും ഉണ്ടാവും കേട്ടോ. പഴയ കാലത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ലായിരുന്നു അല്ലേ? പക്ഷെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഡെവലപ്മെന്റ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്തത്? ഈ 5% കാറ്റഗറി മാത്രം രക്ഷപ്പെടുന്നതിന്റെ റീസൺ എന്താണ്? ഞാൻ ഈ പ്രോജക്ട് കേൾക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് കയറിയ ആദ്യത്തെ ഇതിനെ അട്രാക്ട് ചെയ്തൊരു ആശയം ഇത് തന്നെയാണ്. കാരണം ജീവിതത്തിൽ ഒറ്റയ്ക്ക് പണിയെടുത്താൽ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. കാരണം എന്താ? ഒറ്റയ്ക്ക് പണിയെടുത്താൽ എത്ര സമയം പണിയെടുക്കാൻ പറ്റുള്ളൂ? ഒരു ദിവസം 8 മണിക്കൂറോ 10 മണിക്കൂറോ കൂടുതൽ പണിയെടുക്കാൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ പ്രവർത്തന മണിക്കൂർ കൂട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനത്തിന് ഉടമയായാൽ പോലെ. അങ്ങനത്തെ പ്രസ്ഥാനങ്ങളല്ലേ ലുഡു അല്ലേ? കൊച്ചേശ്വര ചിത്രപ്പള്ളി നടത്തുന്ന വിഗാർഡ്, വി സ്റ്റാർ അല്ലേ? ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് നിരവധി അറിയാം. ഈ പ്രദേശത്തെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലത്തെ കുറെ ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടാവും, ഇവിടുത്തെ മേജറായിട്ടുള്ള ആൾക്കാർ. പക്ഷെ അവിടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നമ്മളിൽ എത്ര പേർക്ക് അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ തടസ്സമായിട്ട് അല്ലേ? ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം. ഇത് മുടക്കി ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അവിടെയല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ 8 മണിക്കൂറോ 10 മണിക്കൂറോ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്ത് ജോലിക്കാരനായിട്ട് പോകുന്നത്. ശരിയല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സ്മാർട്ട് ഇ ഷോപ്പിൽ എന്താ സംഭവിക്കുന്നത്? സ്മാർട്ട് ഇ ഷോപ്പില് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കമ്മ്യൂണിറ്റിയിലെ ഏതൊരു വ്യക്തിയും ഏത് ഷോപ്പിൽ പോയി സാധനം വാങ്ങിയാലും അതിന്റെ ഒരു പ്രോഫിറ്റിന്റെ ഒരു ചെറിയൊരു വിഹിതം നമുക്കൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ? സൂപ്പർ അല്ലേ? ഇത്രയും സൂപ്പർ ആയിട്ടൊരു കൈയടി തന്നെ. നിങ്ങൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഉറക്കം വരാതിരിക്കാൻ മാത്രമല്ല, കൈയടിക്കൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ടല്ലേ? നമ്മുടെ ഹാർട്ടിനൊക്കെ പ്രൊട്ടക്ഷൻ എല്ലാം ഗുണം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ കാര്യമുള്ളൂ, നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു പാർട്ട് വേണ്ട. സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാനും അതിന്റെ സ്റ്റാഫിനെ വെക്കാനും ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ കമ്പനി നോക്കിക്കോളും. സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രൊമോഷന്റെ ഭാഗമായിട്ട് നിൽക്കുക. എന്താ നിങ്ങളുടെ ഡ്യൂട്ടി? നിങ്ങളുടെ ഡ്യൂട്ടി ഒന്നേ ഉള്ളൂ, വീട്ടിലേക്ക് എന്തായാലും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമല്ലോ, വാങ്ങും. ജീവനുള്ളിടത്തോളം കാലം എല്ലാ മാസവും നമുക്ക് എന്ത് വേണം? അരി ഒരു മാസം കഴിച്ചാൽ മതി, ഒരു വർഷത്തില് പോരാ, എന്നും വേണം അല്ലെ? നിത്യോപയോഗ സാധനങ്ങളെല്ലാം വേണം. നമ്മളെല്ലാവരും തന്നെ അത്യാവശ്യം ഇടതടവ് മാസമെങ്കിലും വസ്ത്രം മേടിക്കുന്ന ആൾക്കാരല്ലേ? ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരാണ്. ചിക്കൻ മേടിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ചിക്കൻ മേടിക്കുന്ന ആൾക്കാരായിട്ടാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ ഒരു ട്രെൻഡിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റു ബേക്കറി, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരു ദിവസത്തില് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എല്ലാം പൈസ ചെലവാക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടെല്ലാം ഒരു മാസത്തിൽ നമ്മളൊരു പൈസ മാറ്റി വെക്കുന്നുണ്ട് അല്ലെ? ഈ പൈസ മാറ്റി വെച്ച് നമ്മൾ വാങ്ങുന്നത് നമ്മുടെ ഈ സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് എങ്കിൽ, നിങ്ങൾക്ക് ആ ചാനൽ പാർട്ണർഷിപ്പിൽ വന്നിരിക്കുന്ന ഷോപ്പുകളിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഒരു വരുമാനം കിട്ടുന്നു.
അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കഴിഞ്ഞ മാസം ജൂൺ മാസം ഇതുപോലെ കുറെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ളൂ. ഒന്ന് തുടങ്ങിയപ്പോ തന്നെ ആ ഒരു മാസം വരുമാനം കിട്ടിയ ആൾക്കാർ അവർ അറിഞ്ഞിട്ട് പോലും. അതായത് അവരാകെ ചെയ്തത് എന്താണ്, അവരുടെ വീട്ടിലേക്കുള്ള സാധനം മാത്രം വാങ്ങിയിട്ട് മിണ്ടാണ്ടിരുന്നു. ഒരു പോയിന്റിന്റെ പർച്ചേസ് മാത്രമേ കമ്പനി പറയുന്നുള്ളൂ. ഒരു 2000 രൂപയുടെ പർച്ചേസ്. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ വീട്ടിലേക്ക് 2000 രൂപയുടെ സാധനം കൊണ്ട് ഒരു മാസം ജീവിക്കാൻ പറ്റുമോ? മിനിമം 3000, 4000, 5000, 6000 മേടിക്കുന്ന വീടുകളാണുള്ളത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതൊരു ടാർഗറ്റ് എന്ന് പറയാൻ പറ്റുമോ? 2000 രൂപ. ആ സമയം കമ്പനി പറയുന്നത് 20,000 രൂപയുടെ സാധനം മേടിച്ചാലേ നിങ്ങൾക്ക് ഇത് തരുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു ടാർഗറ്റാണ്. പക്ഷെ ഇവിടെ ഒരു ടാർഗറ്റും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാവരുടെയും കൂടി പ്രവർത്തന ഫലം വരുമല്ലേ? ഞാനൊരു 2000 പർച്ചേസ് ചെയ്തു, ഇദ്ദേഹം ചെയ്തു, സുരേഷ് സാർ ചെയ്തു, സാറ് ചെയ്തു. ഇങ്ങനെ ഈ ഇരിക്കുന്ന എല്ലാവരും ഇങ്ങനെ കേരളത്തിലുടനീളം എല്ലാവരും അവരുടെ മിനിമം പർച്ചേസ് കംപ്ലീറ്റ് ചെയ്താൽ വരാൻ പോകുന്നത് എന്തെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയായി. ഓരോരുത്തർക്കും ഓരോ മാസം ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടാൻ പറ്റുന്ന ലെവലിലേക്ക് ഈ സ്മാർട്ട് ടീ ഷോപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ലെവലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു കസ്റ്റമറെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് വളരെ നിസ്സാരമാണ്. കാരണം എന്താ, 10,000 രൂപ റെഡി ബാങ്കിൽ അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 10,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് അങ്ങോട്ട് റെഡി ബാങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. നിങ്ങളുടെ നിത്യം ചെയ്യുന്ന ചെലവുകളെ ആ ഒരു ഇത് വഴി സ്മാർട്ട് ടീ ഷോപ്പ് വഴി ആക്കി മാറ്റാൻ വേണ്ടി മാത്രം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന പ്രോഫിറ്റിന്റെ വിഹിതം നമ്മൾക്കൂടെ കിട്ടുമെങ്കിൽ, എല്ലാവർക്കും അതിനൊരു ലെവൽ കിട്ടുമെങ്കിൽ അതിന് വിളിക്കുന്ന പേരല്ലേ ഒരു പാസീവ് ഇൻകം? ശരിയല്ലേ? ഒരു പാസീവ് ഇൻകം. ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ ഈ കേരളത്തിലുടനീളം ഓരോ വ്യക്തികളും അവരുടെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു വിഹിതം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരല്ലേ ടൈം ലിവറേജ്? ഇത് രണ്ടും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ. ഈ 5% കാറ്റഗറിയിലേക്ക് നമുക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കണം. ആ 2 കാര്യങ്ങൾ നടക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് ഈ സ്മാർട്ട് ടീ ഷോപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 25-ാം തീയതി തുടങ്ങി വരുന്ന 25-ാം തീയതി വരെ നമുക്ക് ഇത്തവണത്തെ ഓണം ആരോടൊപ്പമാണ്? സ്മാർട്ട് ടീ ഷോപ്പിനോടൊപ്പം. ഇത്തവണത്തെ ഓണം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് സ്മാർട്ട് ടീ ഷോപ്പിനോടൊപ്പം എന്നുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഓഫർ കൂടി കമ്പനി തരുന്നുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ 1000 രൂപയുടെ ഓരോ പർച്ചേസിലും ഒരു ഡിജിറ്റൽ കൂപ്പൺ നിങ്ങൾ ആരാണ് പരിചയപ്പെടുത്തി അവർ വഴി കരസ്ഥമാക്കണം. ഇത് 25-ാം തീയതി, ഓഗസ്റ്റ് 25-ാം തീയതി കഴിയുമ്പോൾ ഇതെല്ലാം ഒരു ഓൺലൈനിലൂടെ തന്നെ ഇതിനെ നറുക്കെടുപ്പിടുകയും അതിലൂടെ സെലക്ട് ആവുന്ന 100 ഡിജിറ്റൽ കൂപ്പണുകൾക്ക് അഷ്വേർഡ് ഗിഫ്റ്റ് കൂടെ കിട്ടും. ഈ 1000 രൂപയുടെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്നല്ലേ, ആ സമയത്ത് നമുക്കൊരു ഡിജിറ്റൽ കൂപ്പൺ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതൊരു അഡീഷണൽ ബെനിഫിറ്റ് അല്ലേ? ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓഫർ കൂടി കമ്പനി 100 അഷ്വേർഡ് ഗിഫ്റ്റ് അതിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഇനി 1000 എന്നുള്ള 2000 രൂപ പർച്ചേസ് ചെയ്താൽ എത്ര ഡിജിറ്റൽ കൂപ്പൺ കിട്ടും? 2 എണ്ണം കിട്ടും. 1500 ചെയ്താൽ എത്ര കിട്ടും? 1.5 മുറിച്ചു തരൂല്ല, 1 എണ്ണം കിട്ടുള്ളൂ അല്ലേ? അപ്പൊ 1000-ന് ഒരു കൂപ്പൺ എന്നുള്ള രീതിയിൽ എത്ര പർച്ചേസ് ആണോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അടുത്ത ഓഗസ്റ്റ് 25 വരെയുള്ള ദിവസത്തിനുള്ളിൽ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിജിറ്റൽ കൂപ്പൺ ഉണ്ടാവും. അതോടൊപ്പം നറുക്കെടുക്കുക. അപ്പൊ എക്സാമ്പിൾ സാറിനെ സംബന്ധിച്ച് നിങ്ങൾ ഓൾറെഡി ഇവിടെ 5000 രൂപയുടെ പർച്ചേസ് നടന്നു, 5 കൂപ്പൺ കിട്ടി, ഭയങ്കര ഭാഗ്യശാലിയായിരുന്നു. 100 എണ്ണം തെരഞ്ഞെടുത്തപ്പോൾ അതിൽ 5 എണ്ണം ഇവിടെ കിട്ടി. കിട്ടിക്കൂടെ? അങ്ങനെ അല്ലേ? കിട്ടാം, മേ ബി കിട്ടാൻ കിട്ടാതിരിക്കാൻ പറയാൻ പറ്റില്ല, നടക്കാണ്. ഈ 5 എണ്ണം കിട്ടുമ്പോ ഒരു ഗിഫ്റ്റ് തരുള്ളൂ, 5 ഗിഫ്റ്റ് തരും. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ യാതൊരു നഷ്ടസാധ്യതയും കൂടാതെ ഈ പറയുന്ന സ്മാർട്ട് ടീ ഷോപ്പിന്റെ ചാനൽ പാർട്ണർ സിസ്റ്റത്തിലൂടെ ഉള്ള തയ്യപ്പായിരിക്കുന്ന നിരവധി ഷോപ്പുകൾ നമുക്ക് ഇന്നിപ്പോ പാലക്കാടുണ്ട്. നിങ്ങൾ അതിന്റെ ലിസ്റ്റുകൾ എടുക്കുക, ഏതൊക്കെയാണ്. നിങ്ങൾക്ക് ഒരു സാധനം വേണ്ടി വരുമ്പോൾ ആദ്യം ഇനി എന്ത് ചെയ്യണം?
സ്മാർട്ട് ടീ ഷോപ്പിൽ കയറി നോക്കണം എവിടേക്കാണ് നമ്മുടെ ഷോപ്പുകൾ ഉള്ളത്. ആ ഷോപ്പിൽ നമ്മൾ വാങ്ങാവുള്ളൂ. ഞങ്ങളുടെ മൂവാറ്റുപുഴയിൽ പപ്പായ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ഞാൻ മൂവാറ്റുപുഴയിൽ വർക്കിന് പോയി കഴിഞ്ഞാൽ മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് ഫുഡ് കഴിക്കില്ല. ഞങ്ങൾ കൂടെ ഒന്നിച്ച് വരുന്ന സമയത്ത് ഇത് കുറച്ചുള്ളിലായിട്ടാണ്. അവിടെ വരുമ്പോൾ തന്നെ ഫുഡ് കഴിക്കുന്നത്. എന്താ കാര്യം? ഇത് നമ്മുടെ ചാനൽ പാർട്ണർ ഷോപ്പാണ്. ഇപ്പൊ അതുകൊണ്ട് ബില്ല് കൊടുക്കാൻ ആൾക്കാർ റെഡിയാണ്. എന്താ കാര്യം? ഇത് റിട്ടേൺ എടുക്കാൻ പറ്റും. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ ഓരോ ഷോപ്പുകളും ഇതിപ്പോ തുടങ്ങിയിരിക്കുന്നത് വെറും ജില്ലാ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു പിൻകോഡിൽ 2 ഷോപ്പ് എന്നുള്ള ഒരു കാറ്റഗറിയുടെ 2 ഷോപ്പ് എന്നുള്ള രീതിയിൽ ഏകദേശം 50-ലധികം കാറ്റഗറികൾ ഇപ്പൊ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പിൻകോഡ് അനുസരിച്ച് ഒരു 1500 പിൻകോഡിൽ നോക്കിയാൽ 1.5 ലക്ഷം ഷോപ്പുകൾക്കുള്ള സാധ്യത ഈ ആപ്ലിക്കേഷൻ കേരളത്തിൽ മാത്രമുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് കേരളത്തിലെ മാത്രം ഉദ്ദേശിച്ചായിരിക്കും അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ഷോപ്പ് ഇട്ടാൽ അത് പാലക്കാട് സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഇടുക അല്ലെ. പക്ഷെ അതേസമയം വേറെ സെൻട്രലൈസ്ഡ് ആയിട്ടൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് പല ജില്ലകളെ കണക്ട് ചെയ്ത് വരത്തില്ലേ. ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും വേൾഡ് കണക്റ്റഡ് ആയിരിക്കും, ലോകം മുഴുവൻ. കാരണം ആമസോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണോ? അമേരിക്കയാണ്. ഇന്ന് എത്ര രാജ്യങ്ങളിൽ ആമസോൺ ഉണ്ട്? മേ ബി നാളുകളിൽ സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഏത് കൊച്ചു കുഞ്ഞെടുത്ത് നോക്കിയാലും ഏതൊരാളുടെ ഫോണിലും കാണാൻ പറ്റുന്ന രീതിയിലും ഏതൊരു ജനതയും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ഇത് മാറുന്നുണ്ട്. ആ ആപ്ലിക്കേഷന്റെ പേരാണ് സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങളവിടെയൊക്കെ സിയാൽ വന്ന സമയമുണ്ട്, കൊച്ചിൻ എയർപോർട്ട് വന്ന സമയമുണ്ട്. ഈ എയർപോർട്ട് വന്ന സമയത്ത് അവിടെ അതിന്റെ ഷെയർ എടുക്കാൻ വേണ്ടി പലരോടും പറഞ്ഞപ്പോൾ എല്ലാവരും മാറി നിന്ന് അവസാനം ഓട്ടോറിക്ഷയിൽ മൈക്ക് കെട്ടി വെച്ചിട്ട് ഒരു ഷെയറിന് 1500 രൂപ താല്പര്യമുള്ള എടുക്കുന്ന ആളുകളിൽ നിങ്ങൾക്ക് ലക്ഷാധിപതിയാകാനുള്ള അനൗൺസ്മെന്റോട് കൂടി പോയിട്ടുണ്ട്. അന്ന് ഞങ്ങളെപ്പോലുള്ള ബുദ്ധിമാന്മാരൊക്കെ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ പറഞ്ഞത് ഈ ചതുപ്പിലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊച്ചിയിലെ എയർപോർട്ടിന്റെ പരിസരം മൊത്തം ചതുപ്പായിരുന്നു. ചതുപ്പ്. ഈ ചതുപ്പിൽ ഒരിക്കലും ഒരു എയർപോർട്ട് വരാൻ പോണില്ല. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ പറഞ്ഞൊരു പറഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, ചില ബോധമുള്ള ബുദ്ധിയുള്ള ചില ആൾക്കാർ എന്ത് ചെയ്തു? എന്തെങ്കിലും 1500 രൂപയുള്ളൂ, പോയാൽ പോട്ടെ, ചെയ്തേക്കാമെന്ന് വെച്ച് കരുതി ചെയ്തു. ഇന്ന് അവര് ഓരോ മാസം മേടിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ അത് ഓർമ്മപ്പെടുത്താതിരിക്കണം നല്ലത്. ഓർമ്മപ്പെടുത്തി ഞാൻ ചിലപ്പോ പുറത്തോട്ട് തലകറങ്ങി വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇതേപോലെ സുഹൃത്തുക്കളെ, ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മളൊന്ന് കയറി നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷന്റെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ജില്ലാടിസ്ഥാനത്തിൽ മാത്രം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ പിൻകോഡ് ബേസിലേക്കും ഷോപ്പുകൾ വരുന്ന സമയത്ത് ഇത് ജനങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു വികാരമായിട്ട് ഈ ആപ്ലിക്കേഷൻ മാറാൻ പോവുകയാണ്. അതിന്റെ ലാഭമെടുക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു പ്രോജക്ട്, ഈ ഒരു ആശയത്തെ നെഞ്ചിലേക്ക് ഒറ്റക്കാര്യം നേരത്തെ എന്നെ വിളിച്ച സമയത്ത് പരിചയപ്പെടുത്തിയില്ലേ? വളരെ സൗമ്യനാണ്. സത്യത്തിൽ ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ നടന്നുങ്ങിയ ഒരു വ്യക്തിയാണ്. പലപ്പോഴും പലയിടത്തും തോന്നി. പക്ഷെ ഇന്ന് 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും എത്ര മണിക്കൂർ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കി തന്നതും ഈ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ MBA കഴിഞ്ഞ പിള്ളേരോട് ഒരു സ്റ്റേജ് കൊടുത്തിട്ട് സംസാരിക്കാൻ പറഞ്ഞു നോക്കി, ഫുഡ് ചില ആൾക്കാർ നല്ല കമ്പനിയിൽ എഡ്യൂക്കേഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവന്റെ സ്വഭാവം. ചെറിയൊരു കാര്യമില്ല. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്തുണ്ട്? ഒരു സൊല്യൂഷൻ. ഞാൻ പറയാൻ കാര്യം, ഞങ്ങൾ ഈ പ്രോജക്റ്റുമായിട്ട് തുടക്ക സമയത്ത് ഇത് പറഞ്ഞു തുടങ്ങിയപ്പോ പലരും പറഞ്ഞു ഇത് നടക്കില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തി, കളിയാക്കി, കുറ്റപ്പെടുത്തിയെങ്കിൽ ഇന്ന് അതേ നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്മാർട്ട് ടീ ഷോപ്പിന്റെ ഓരോ സ്പന്ദനവും പൊങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു തീനാളമായിട്ട് കത്തിപ്പടരുന്ന ഒരു അവസരത്തിലേക്ക് മാറിക്കഴിഞ്ഞു, മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ശക്തമായ ഒരു പോക്കിലേക്കാണ് വരുന്നത്. എല്ലാ നേട്ടങ്ങളും ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇനി കുറച്ച് നമ്മുടെ വിശിഷ്ട അതിഥികൾ ഇവിടെ ഉണ്ട്, അവരുടെ ഭാഗത്തുനിന്ന് കേൾക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ
ഈ ഷോപ്പുകളിൽ ഇന്ന് നമ്മൾ ഇതിന് ശേഷം ഷോപ്പുകളിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇതിന്റെ ഒരു സാമ്പിൾ ഡോസ് നമുക്ക് നടത്താം അല്ലെ. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാണ് ഈ പൈസ റിഡീം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കും. അങ്ങനെ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 100% ഇതിലൂടെ ഒരു വലിയൊരു പാസീവ് ഇൻകം നേടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.